സർക്കാരിനെതിരെ CPM ആദ്യം ഉപയോഗിച്ച ആയുധത്തെ കോടതിയിലൂടെ നേരിടാൻ ഒരുങ്ങുകയാണ് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി. മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പുതിയ സർക്കാരിന്റെ മനുഷ്യത്വ രഹിത നടപടി എന്ന പ്രചാരണങ്ങളെ തള്ളിക്കൊണ്ടാണ് മന്ത്രിയുടെ പ്രതികരണം എത്തിയത്. സർക്കാരിന്റെ തീരുമാനമല്ല എന്നും കോടതിയുടെ ഉത്തരവിന്റെ ഭാഗമായുള്ള നടപടിയാണെന്നും മന്ത്രി തുളസി പ്രതികരിച്ചതിന് ശേഷം കോടതിയിൽ നിന്നും പ്രതികൂലമായ വിധി വന്നാൽ പാരിയത്തുകാവിലെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കും എന്ന ഉറപ്പാണ് ജനങ്ങൾക്ക് നൽകുന്നത്. വകുപ്പ് നേരിട്ട് റിപ്പോർട്ട് തേടിയിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടാതെ തർക്കഭൂമിയിലുള്ളവരെ കുടിയൊഴിപ്പിക്കില്ല എന്ന് താമസക്കാർക്ക് ഉറപ്പു നൽകി സർക്കാർ എത്തിയിട്ടുണ്ട്. മന്ത്രി റോജി M. ജോണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം വന്നിട്ടുള്ളത്. തിങ്കളാഴ്ച സർക്കാർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കും. ഇന്ന് കുടിയിറക്കൽ നടപടി പൂർത്തിയാക്കണം എന്നായിരുന്നു പെരുമ്പാവൂർ മുൻസിഫ് കോടതിയുടെ നിർദ്ദേശം. അഭിഭാഷക കമ്മീഷനും ആമീനും സ്ഥലത്ത് എത്തിയിരുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ബലപ്രയോഗം ഉണ്ടാകില്ല എന്നും മന്ത്രി താമസക്കാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വിശ്വാസമില്ല എന്നായിരുന്നു മുൻ MLA-യും CPM നേതാവുമായ PV ശ്രീനിജിന്റെ പ്രതികരണം. അഭിഭാഷക കമ്മീഷൻ വന്നാൽ പ്രതിരോധിക്കുമെന്ന് സമരസമിതി അറിയിച്ചിരുന്നു. സ്ഥലത്ത് DYFIയുടെയും CPM-ന്റെയും പ്രതിഷേധവും സമരവും തുടരുകയാണ്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തിനടുത്തുള്ള മലയിടം തുരുത്ത് പരിയാത്തുകാവിലെ ഉന്നതി കോളനിയിലെ കുടിയൊഴിപ്പിക്കലിന് കാരണം ഒരു സ്വകാര്യ വ്യക്തിയും പ്രദേശത്തെ താമസക്കാരും തമ്മിൽ ഏതാണ്ട് 60 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന ഭൂമി തർക്കമാണ്. സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ട് കോടതി വിധിച്ച 2 ഏക്കർ 65 സെന്റ് ഭൂമിയാണത്. എന്നാൽ ഈ ഭൂമി സർക്കാർ വക പുറമ്പോക്ക് ഭൂമിയുടെ ഭാഗമാണ് എന്നാണ് പ്രദേശവാസികൾ വാദിക്കുന്നത്. തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്ന 7 പട്ടികജാതി കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. 4 വർഷം മുൻപ് സുപ്രീം കോടതി ഈ സ്വകാര്യ വ്യക്തിക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടുവിച്ചതാണ്. കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ വഴി ഭൂമി അളന്ന് തിരിച്ചുപിടിക്കാനായിരുന്നു ഉത്തരവ്. കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി അധികൃതർ ശ്രമിക്കുന്നത് ഇത് 15ാമത്തെ തവണയാണ്. മുൻപ് 14 തവണയും ജനകീയ പ്രതിരോധം മൂലം ഈ ശ്രമം പരാജയപ്പെട്ടതാണ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതി മെയ് 23-ന് ശനിയാഴ്ചക്കകം കുടിയൊഴിപ്പിക്കൽ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ പോലീസിനും റൂറൽ SPക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിഷേധം അതിരൂക്ഷമായതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തരമായിട്ട് ഇടപെട്ട് കുടിയിറക്കൽ നടപടി താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ പോലീസും നിർദ്ദേശവും നൽകി. ഒരു കാരണവശാലും ഈ കുടുംബങ്ങളെ വഴിയാധാരമാക്കില്ല എന്നും നിയമ പോരാട്ടം പരാജയപ്പെട്ടാൽ പോലും ഇവർക്ക് വേണ്ടി പ്രത്യേക പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുമെന്നും സർക്കാർ ഉറപ്പും നൽകുന്നുണ്ട്. എന്നാൽ തങ്ങൾ മലയിടം തുരുത്ത് വിട്ട് എങ്ങോട്ടും പോകില്ല എന്ന നിലപാടിലാണ് താമസക്കാർ ഉള്ളത്. മന്ത്രി നൽകിയ ഉറപ്പ് കൂടിച്ചേർക്കുന്നു. കാണാം. വളരെ സന്തോഷവും അഭിമാനവും. ഒരാഴ്ച പാലക്കാട് മണ്ഡലത്തിലും പ്രത്യേകിച്ച് പാലക്കാടും വരാൻ കഴിയാത്തതിലുള്ള വിഷമമുണ്ടായിരുന്നു. ഇന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് കോങ്ങാടിലെ UDF-ന്റെ നേതൃത്വവും പ്രവർത്തകരും അതുപോലെ തന്നെ UDF-ന്റെ സംസ്ഥാന നേതൃത്വം അതുപോലെ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ അതുപോലെ തന്നെ കോങ്ങാടിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിച്ച മുഴുവൻ വോട്ടർമാർ എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഒരു ദൗത്യം, ഒരു വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതിന് പ്രസ്ഥാനത്തിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ ഏറ്റവും താഴെത്തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു വകുപ്പാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. വലിയ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ വകുപ്പിൻ്റെ ആഴമറിഞ്ഞുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോയി ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അവർക്ക് ലഭിക്കാനുള്ള സേവനങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് മനസ്സിലുള്ള ഒരു പ്രതീക്ഷ. പല മേഖലകളിലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ ഒരു പ്രവർത്തനങ്ങൾ മനസ്സിലാക്കണം? തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജ്, ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം വാർത്താമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, പാലക്കാട് മെഡിക്കൽ കോളേജ് പൂർണ്ണ സജ്ജമായി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി പാലക്കാട്ടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നു കൊടുക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കും. അവിടുത്തെ റിക്രൂട്ട്മെന്റ് ആണ് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തുടക്കഘട്ടത്തിൽ തന്നെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് ഏത് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുമ്പോഴും സുതാര്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. ജനങ്ങളുടെ മുന്നിൽ വളരെ സുതാര്യമായ രീതിയിൽ ചെയ്യുക. അങ്ങനെ അല്ലാതെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. കാരണം ആ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുന്ന കൃത്യമായിട്ടും സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് ഉറപ്പുവരുത്തും. തീർച്ചയായും മെഡിക്കൽ കോളേജിന്റെ ഒരു യോഗം വിളിക്കുന്നുണ്ടോ? അങ്ങനെ യോഗം വിളിക്കുന്നുണ്ടോ അത് പരിശോധനയ്ക്കായിട്ട്? തീർച്ചയായിട്ടും അത് നമ്മുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ചാർജുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അടിയന്തരമായിട്ട് യോഗം വിളിക്കും.
അതിപ്പോൾ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാവകാശം ചോദിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്, പല ആളുകളും അത് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി അത് സർക്കാർ വന്ന് അധികാരമേറ്റ ഉടനെ ജനദ്രോഹപരമായിട്ടുള്ള ഒരു നടപടി എടുക്കുകയാണ് എന്നുള്ള തരത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായം വരുന്നുണ്ട്. അത് വാസ്തവവിരുദ്ധമാണ്. ഇത് സർക്കാരിന്റെ നടപടിയല്ല, കോടതിയുടെ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിയാണ്. അത് സർക്കാരിന് അടിയന്തരമായിട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ ജനങ്ങളോടുള്ള ആ പെരുമാറ്റം അത് അടിയന്തരമായിട്ട് സർക്കാർ ഇടപെട്ട് ആഭ്യന്തര വകുപ്പും സർക്കാരും ഇടപെട്ട് അത് നിർത്തിവെക്കുകയുണ്ടായി. പിന്നീട് കോടതിയിലേക്കാണ് പോയത് സാവകാശം ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതെല്ലാം വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്നലെ 2 റൗണ്ട് ചർച്ചകൾ, ഒന്ന് തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ വെച്ചും രണ്ടാമത്തേത് എറണാകുളം കളക്ടറേറ്റിൽ വെച്ചും ഇതിന് പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമായിട്ട് ചർച്ച നടത്തുകയുണ്ടായി. വീണ്ടും കൂടിയാലോചനകൾ നടത്തി അതിന് വേണ്ട സത്വരമായിട്ടുള്ള നടപടികൾ എടുക്കും. വകുപ്പിന് ചെയ്യാനുള്ളത് ഇതാണ്. കോടതി ഉത്തരവ് വളരെ ദൃഢമായിട്ട് നിലനിൽക്കുകയാണ് എങ്കിൽ നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ആളുകളെ ഏറ്റവും അടിയന്തരമായിട്ട് പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഏകപക്ഷീയമായിട്ടുള്ള നടപടി ആയിരിക്കില്ല. അവിടുത്തെ ആളുകളുമായിട്ട് സംസാരിച്ച് അവരുമായിട്ട് കൂടിയാലോചിച്ച് മാത്രമേ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് പോവുകയുള്ളൂ. ഞാൻ പോലീസിന്റെ വീഴ്ചയെന്നോ അഡ്വക്കേറ്റ് കമ്മീഷന്റെ വീഴ്ചയെന്നോ പറഞ്ഞിരുന്നില്ല. ആരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം നമ്മളെല്ലാവരും കോടതി വിധികളെയൊക്കെ ബഹുമാനിക്കുന്ന ആളുകളാണ്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന നടപടിയിലൂടെ നമുക്കൊരു സർക്കാർ നടപടി ഉറപ്പുവരുത്താനായിട്ട് കഴിയില്ല. മനുഷ്യത്വപരമായിട്ടുള്ള സമീപനങ്ങളിലൂടെ മാത്രം എല്ലാവരും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണോ അങ്ങനെ അല്ലാതെ പെരുമാറിയത് അവർക്ക് എല്ലാവർക്കും ബാധകമായ ഒരു പൊതുവായ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇപ്പോഴും അതിൽ തന്നെ ഉറച്ചു നിൽക്കും. അത് കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്നത് ഇടതുമുന്നണി സർക്കാരാണ്. ശാശ്വതമായിട്ട് ഇത് പരിഹരിക്കാൻ അവർക്ക് ഇപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുന്ന ആളുകൾക്ക് അവർ തീരുമാനങ്ങൾ എടുക്കുന്ന സമിതികളിലൊക്കെ അംഗങ്ങളായിരുന്ന ആളുകളാണ് അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ 10 വർഷം ഇതിനെക്കുറിച്ച് ഒന്നും തീരുമാനമെടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്ന് നടുക്ക് നിന്ന് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായ ചിന്തിക്കാൻ കഴിവുള്ള ആളുകൾ വിലയിരുത്തും എന്നുള്ളതാണ് അവരോടൊക്കെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.